മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് പ്രതിനിധികൾ പാർട്ടിയുടെ നയങ്ങളോടും ആശയത്തോടും ചേർന്ന് നിൽക്കുന്നതാണോ രേഖയെന്ന സംശയം കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണൻ പ്രകടിപ്പിച്ചു. നയരേഖയെ സമഗ്രമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉണ്ടായെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖയിന്മേൽ രാവിലെ തുടങ്ങിയ ചർച്ച വൈകിട്ട് വരെ നീണ്ടു. ജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നതാണോ പാർട്ടി ലൈൻ എന്ന ചോദ്യം ഉയർന്നു വന്നു. ആളുകളുടെ സമ്പത്തിനനുസരിച്ച് ഫീസ് വാങ്ങാമെന്ന നിർദ്ദേശത്തിൽ കൂടുതൽ ചർച്ച വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഏത് വരുമാനം വരെയുള്ളവരോട് എത്ര രൂപ വരെ ഈടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച പ്രതിനിധികളുമുണ്ട്. 27 പേർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഏതാണ്ട് എല്ലാവരും രേഖയെ അനുകൂലിക്കുമ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. രേഖ സമഗ്രമാക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും രേഖയോടൊപ്പം ചേർക്കേണ്ടുന്ന നിരവധിയായ കാര്യങ്ങൾ ഇതിൻ്റെയോടൊപ്പം പ്രതിനിധികൾ ഉയർത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ശക്തമായ ക്യാമ്പയിൻ വേണം എന്നും സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു. ഇനിയുള്ള സന്ദർഭത്തിലും ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ വരും. അതെല്ലാം ചേർത്തുകൊണ്ട് നാളത്തോടുകൂടി ഫൈനലൈസ് ചെയ്ത് എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.